ക്രിസ്റ്റഫർ നോലാൻസ് ഒഡീസി. ഓ മാൻ, എന്നാ പടമോ! ഒരു രക്ഷയില്ലാത്ത പടം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്ക് പറയാനായിട്ട് വാക്കുകളില്ല ഈ പടത്തിനെക്കുറിച്ച്. നമ്മളിങ്ങനെ ഓരോ സീനും കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ വണ്ടറടിച്ചിരുന്ന് പോകുന്ന രീതിയിലുള്ള പടം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പടം ഐമാക്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഐമാക്സിൽ അല്ലെങ്കിലും ഒരു പ്രശ്നമില്ല, ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ കണ്ടാലും മതി. എന്നുവെച്ചാൽ നല്ല സൗണ്ട് എഫക്റ്റൊക്കെ ഉള്ള നല്ല കിടിലൻ അറ്റ്മോസ്ഫിയർ, പറ്റുമെങ്കിൽ അറ്റ്മോസ്ഫിയർ തന്നെ കാണാം. ക്രിസ്റ്റഫർ നോളൻ്റെ പടത്തിനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. പുള്ളിയുടെ മേക്കിംഗ് ആവട്ടെ, പുള്ളി CGI എന്ന് പറയുന്ന സാധനം വളരെ മിനിമലാണ്. ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ പുള്ളി അതങ്ങനെയല്ല എടുക്കുന്നത്. പുള്ളി നമ്മളെപ്പോഴും ലൈവായിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരാം. നമ്മളിങ്ങനെ സിനിമയിലിങ്ങനെ അലിഞ്ഞു പോകും. CGI ഒരു പടം ഹോളിവുഡ് സിനിമയിലെല്ലാം CGI കുത്തിക്കയറ്റുന്നത് നമുക്ക് സ്ഥിരം അറിയാവുന്നതാണ്. കുറേ പൈസ കൊണ്ട് അവർ കുത്തിക്കയറ്റാം. പക്ഷേ പുള്ളി അങ്ങനെയല്ല ഒരു പടം എടുക്കുന്നത്. ഒന്നും പറയാനില്ല, എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞും കൂടാ. അടിപൊളി പടം. പറ്റാവുന്നവരെ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ആരും മിസ്സാക്കരുത്. ഒരു രക്ഷയില്ലാത്ത പടമാണ്. നിങ്ങൾക്ക് പൈസ മുതലാണ്. നിങ്ങൾക്ക് ഈ പടത്തിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾ ഇതിന് മുമ്പ് ഇറങ്ങിയ ട്രോയ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ആ സിനിമ കണ്ടിട്ട് ഇതിന് പോവുക. ആ സിനിമ എന്ന് വെച്ചാൽ ആ സിനിമയിൽ ഫസ്റ്റ് നടക്കുന്ന കഥയാണ് കാണിക്കുന്നത്. അത് ആ യുദ്ധം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നത്, ഒഡീസിസിൻ്റെ തിരിച്ചുള്ള യാത്രയാണ് കാണിക്കുന്നത്. അപ്പം ഇതിന് മുമ്പ് എന്ത് നടന്നു എന്ന് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ ബ്രാഡ് പിറ്റൊക്കെ ഉള്ളൊരു പഴയ സിനിമയാണ് ട്രോയ് എന്ന് പറയുന്നത്. അത് കണ്ടു നോക്കുക. അത് അടിപൊളി പടം കേട്ടോ. അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ യൂട്യൂബിലേക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. പല പല പേരുകളാണ്. എല്ലാവരും പേര് നമുക്ക് ഇതാരാ, ഇത് ഏതൊക്കെ, ഇവരുടെ ക്യാരക്ടർ ഏതൊക്കെ, ഇതിൽ ഇവരെന്തൊക്കെയാണ്, എന്താണ് ഇവരുടെ ക്യാരക്ടർ, ഒഡീസിസ് എന്തുകൊണ്ട് ഇങ്ങനെ വന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ചില യൂട്യൂബ് വീഡിയോസ്, റീലോഡ് മീഡിയ ഒക്കെ നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് കുറേ കൂടെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഞാൻ എടുത്തു പറയുന്നത് നല്ലൊരു തിയേറ്ററിൽ കാണുക. ഓക്കെ, ബൈ.